നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്നേ കായികത്തെ പറ്റിയുള്ള ക്ലാസ് ആണ്. എല്ലാവരും പറയും സ്പോർട്സ് കുറച്ച് പാടാണ്, സ്പോർട്സിന്റെ ക്ലാസ്സിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച എക്സാം അടുക്കാറാവുമ്പോൾ സ്പോർട്സ് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അത് ഒരുപാടൊന്നും അല്ല, കുറച്ച് ഓരോ ക്ലാസ്സിലും പഠിച്ചു പോയി കഴിഞ്ഞാൽ അത് നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടുള്ള കുറച്ച് റാങ്ക് ബൂസ്റ്റർ പോയിന്റ്സ് ആണ് ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലോട്ട് പോയാലോ? നമ്മുടെ ചാനലിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയണ്ടേ, അപ്പോൾ നിങ്ങളുടെ ലൈക്കിലൂടെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ലൈക്ക് ചെയ്തിട്ട് പോവാ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് ഉണ്ടായിരിക്കും. തുടങ്ങാം. സ്പോർട്സിനെ പറ്റിയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ ആദ്യത്തെ പോയിന്റ് നോക്കാം. സംസ്ഥാന സ്കൂൾ കായികോത്സവം. PSC സ്ഥിരം ചോദിക്കുന്നതാണ് സ്കൂൾ കായികോത്സവത്തിനെ പറ്റി. അപ്പൊ 64ാമത് കേരള സംസ്ഥാന കായികോത്സവം 2022 എവിടെ വെച്ചാ നടന്നേ? തിരുവനന്തപുരത്ത് വെച്ചാണ് 64ാമത് സ്കൂൾ കായികോത്സവം 2022 നടന്നത്. വിജയികൾ ആയത്, കിരീടം നേടിയത് ഏത് ജില്ല? പാലക്കാട് ജില്ലയാണ് കിരീടം നേടിയത്. രണ്ടാം സ്ഥാനം നേടിയത് മലപ്പുറം ജില്ലയാണ് രണ്ടാം സ്ഥാനം നേടിയത്. കിരീടം നേടിയത് പാലക്കാട്, രണ്ടാം സ്ഥാനം നേടിയത് മലപ്പുറം ജില്ല. എവിടെ വെച്ചാ നടന്നത്? തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. ഈ പോയിന്റ് ഇപ്പൊ തന്നെ പഠിച്ചല്ലോ. എത്രാമത് സ്കൂൾ കായികോത്സവം ആയിരുന്നു? 64ാമത് സ്കൂൾ കായികോത്സവം 2022 തിരുവനന്തപുരം ജില്ലയിൽ വെച്ചിട്ടാണ് നടന്നത്. ജേതാക്കളായത് പാലക്കാട് ജില്ല, രണ്ടാം സ്ഥാനം മലപ്പുറം ജില്ല. അടുത്ത ടോപ്പിക് ദേശീയ ഗെയിംസിനെ പറ്റിയാണ്. സ്ഥിരം ചോദ്യം, ദേശീയ ഗെയിംസ് 1 മാർക്ക് അവിടെ ഉറപ്പിച്ചോളൂ. അപ്പൊ 36ാമത് ദേശീയ ഗെയിംസ് ആണ് 2022 നടന്നത്. 36ാമത് ദേശീയ ഗെയിംസ് ആണ് 2022 നടന്നത്. വേദി ഗുജറാത്ത്. വേദി എവിടെയായിരുന്നു? ഗുജറാത്ത് ആയിരുന്നു വേദി ഗുജറാത്ത്. ഭാഗ്യചിഹ്നം സവാജ് എന്ന ഏഷ്യൻ സിംഹമായിരുന്നു ഭാഗ്യചിഹ്നം. ഇനി കിരീടം നേടിയത് സർവീസസ് ആണ്. 36ാമത് ദേശീയ ഗെയിംസ് 2022 കിരീടം നേടിയത് സർവീസസ്. രണ്ടാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയ്ക്കാണ് രണ്ടാം സ്ഥാനം ലഭിച്ചത്. മൂന്നാം സ്ഥാനം നേടിയത് ഹരിയാനയ്ക്കാണ് മൂന്നാം സ്ഥാനം ലഭിച്ചത്. അപ്പൊ ജേതാക്കളായത് ആരാ? സർവീസസ്. രണ്ടാം സ്ഥാനം നേടിയത് ആരാണ്? മഹാരാഷ്ട്ര. മൂന്നാം സ്ഥാനം നേടിയത് ഹരിയാന. വേദി എവിടെയായിരുന്നു? ഗുജറാത്ത്. ഭാഗ്യചിഹ്നമോ? സവാജ് എന്ന ഏഷ്യൻ സിംഹം. ഇനി മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സാജൻ പ്രകാശ്. നമ്മുടെ അഭിമാന താരമാണ്, കേരളത്തിന്റെ സ്വന്തം സാജൻ പ്രകാശ്. ഇദ്ദേഹത്തിന്റെ കായിക ഇനം ഏതാ? നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. മികച്ച പുരുഷ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് സാജൻ പ്രകാശ്, കേരളത്തിന്റെ സ്വന്തം സാജൻ പ്രകാശ് നീന്തൽ താരമാണ്. മികച്ച വനിതാ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഹാർഷിക രാമചന്ദ്രനാണ് മികച്ച വനിതാ താരം. കർണാടകയാണ് സംസ്ഥാനം. ഏതാണ് ഇനം? നീന്തൽ തന്നെയാണ്. നീന്തൽ താരം തന്നെയാണ് ആര്? ഹാർഷിക രാമചന്ദ്രൻ. ഇനി പൂജ പട്ടേലിനൊരു പ്രത്യേകതയുണ്ട്. 36ാമത് ദേശീയ ഗെയിംസിൽ യോഗാസനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരമാണ് പൂജ പട്ടേൽ. 36ാമത് ദേശീയ ഗെയിംസിൽ യോഗാസനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാണ് ആര്? പൂജ പട്ടേൽ. നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം ഒരു പുസ്തകം പുറത്തിറക്കിയത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് പറയാം. ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം SCRT സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ ചാപ്റ്റേഴ്സും, സയൻസിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ചാപ്റ്റേഴ്സും PSCയുടെ മാറിയ ചോദ്യ പാറ്റേൺ രീതി അനുസരിച്ച് സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലെ ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്തിട്ട് തയ്യാറാക്കിയ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര എന്നത്. അപ്പൊ നിങ്ങൾ ഈ മാസം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ? അപ്പൊ ഇനി റിവിഷന് വേണ്ടിയിട്ടുള്ള സമയമാണ്. നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം അതിനകത്തെ ക്വസ്റ്റ്യൻസ് അപ്പൊ തന്നെ പഠിച്ചു പോവുക. പരീക്ഷ അടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് ഇതിനകത്തെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വായിച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് 100% ഉറപ്പായിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. ഒരുപാട് പേര് വാങ്ങി, ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞൊരു ബുക്കാണ്. സന്തോഷം.
പിന്നെ ബുക്കിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ, ബുക്കിന്റെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി, ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ വാങ്ങാൻ തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇനി എക്സാംസ് ഒക്കെ ഒരുപാട് എക്സാംസ് വരിക. ഈ സയൻസ് എന്ന് പറയുന്നത് 10th പ്രിലിംസ്, മെയിൻസ്, അതുപോലെ +2 പ്രിലിംസ്, മെയിൻസ്, ഡിഗ്രി പ്രിലിംസ്, മെയിൻസ് എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇവിടെ കണ്ട വാട്സ്ആപ്പ് നമ്പറിൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി, ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷനിൽ സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിനെ പറ്റിയും 36ാമത് ദേശീയ ഗെയിംസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. സംസ്ഥാന സ്കൂൾ കായികോത്സവം ചിലപ്പോൾ 2022 എന്നായിരിക്കത്തില്ല ചോദിക്കുന്നത്, 64ാമത് സ്കൂൾ കായികോത്സവം എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചോണം, 64ാമത് സ്കൂൾ കായികോത്സവം. ഓക്കെ, അടുത്ത പോയിന്റ്സ്. അടുത്ത ഫാക്ട് പങ്കജ് അദ്വാനിയെ പറ്റിയാണ്. ഫാക്ട് ഇതാണ്, 2022 IBSF എന്നാൽ ഇന്റർനാഷണൽ ബില്ലിയാർഡ്സ് ആൻഡ് സ്നൂക്കർ ഫെഡറേഷൻ, ഇന്റർനാഷണൽ ബില്ലിയാർഡ്സ് ആൻഡ് സ്നൂക്കർ ഫെഡറേഷൻ ലോക ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ താരം ആരാണ്? പങ്കജ് അദ്വാനിയാണ്. പങ്കജ് അദ്വാനി. ഇനി ഫോബ്സ് മാഗസീൻ 2022 പട്ടിക പ്രകാരം വനിതാ അത്ലറ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ അത്ലറ്റുകളുടെ പട്ടികയിൽ ആദ്യ 25ൽ സ്ഥാനം നേടിയ ഇന്ത്യൻ കായിക താരമാണ് PV സിന്ധു. PV സിന്ധു പ്രതിഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രതിഫലം വാങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് PV സിന്ധുവിന്റെ ആദ്യ 25ൽ PV സിന്ധു സ്ഥാനം നേടി. 12ാം സ്ഥാനമാണ് PV സിന്ധുവിന്. അപ്പൊ 1ാം സ്ഥാനം ആർക്കാണ്? നവോമി ഒസാക്ക. നവോമി ഒസാക്കയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വനിതാ അത്ലറ്റ്. പിന്നെ രണ്ടാമത്തത് സെറീന വില്യംസ് ആണ്. 2ാം സ്ഥാനം സെറീന വില്യംസ്. PV സിന്ധു 12ാം സ്ഥാനമാണ്. അപ്പൊ ആദ്യ 25ൽ PV സിന്ധുവും ഇടം നേടിയിട്ടുണ്ട്. ഇനി അടുത്തത് ബദിര T20 ചാമ്പ്യൻസ് ട്രോഫി. ബദിര T20 ചാമ്പ്യൻസ് ട്രോഫി 2022 കിരീടം നേടിയത് ഇന്ത്യയാണ്. ഓർത്തോണം, ഇന്ത്യ ജേതാക്കളായ മത്സരങ്ങളെല്ലാം ഓർത്തോണം, PSC ചോദിക്കും. ഇന്ത്യയും കേരളവും എന്തെങ്കിലും, ഇന്ത്യ ഏതെങ്കിലും വേദിയായിട്ടുണ്ടെങ്കിൽ, കേരളം ഏതെങ്കിലും വേദിയായിട്ടുണ്ടെങ്കിൽ എല്ലാം ചോദിക്കും. അത് ഇന്ത്യ ഏതെങ്കിലും മത്സരങ്ങളിൽ ജേതാക്കളായിട്ടുണ്ടെങ്കിൽ ചോദിക്കും. കേരളവും അതുപോലെ തന്നെ, വേദികളും അതുപോലെ ജേതാക്കളായതും എല്ലാം ചോദിക്കും, ഉറപ്പാണ്. ഇനി ബദിര T20 ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് 2022 ബദിര T20 ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് ഇന്ത്യയാണ്. റണ്ണറപ്പ് ആയത് ദക്ഷിണാഫ്രിക്ക. വേദി എവിടെയായിരുന്നു? UAE വെച്ചിട്ടാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നത്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രഞ്ജി ട്രോഫി മത്സരങ്ങൾ നിയന്ത്രിച്ച ആദ്യത്തെ വനിതാ അമ്പയർമാർ. ആദ്യത്തേതായതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. രഞ്ജി ട്രോഫി മത്സരങ്ങൾ നിയന്ത്രിച്ച ആദ്യത്തെ വനിതാ അമ്പയർമാർ ആരൊക്കെ? ജനനി നാരായണൻ, ഗായത്രി വേണുഗോപാലൻ, ബൃന്ദാരതി. ജനനി നാരായണൻ, ഗായത്രി വേണുഗോപാലൻ, ബൃന്ദാരതി എന്നിവരാണ് രഞ്ജി ട്രോഫി മത്സരങ്ങൾ നിയന്ത്രിച്ച ആദ്യത്തെ വനിതാ അമ്പയർമാർ. ആരൊക്കെയാ? ജനനി നാരായണൻ, ഇപ്പൊ തന്നെ പഠിക്കുക. ജനനി നാരായണൻ, ബൃന്ദാരതി, ഗായത്രി വേണുഗോപാലൻ. അടുത്ത ടോപ്പിക് 2023 പുരുഷ ഹോക്കി ലോകകപ്പിനെ പറ്റിയാണ്. 2023 പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ ജർമ്മനിയാണ് ജേതാക്കൾ. റണ്ണറപ്പ് ആയത് ബെൽജിയം. ജർമ്മനിയാണ് 2023 പുരുഷ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ. റണ്ണറപ്പ് ആയത് ബെൽജിയമാണ്. എന്തുകൊണ്ട് ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒഡീഷയിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. ഒഡീഷ ചീഫ് മിനിസ്റ്റർ ആര്? നവീൻ പട്നായിക് ആണ് ഒഡീഷ ചീഫ് മിനിസ്റ്റർ. ഒഡീഷയിൽ വെച്ചിട്ടാണ് ഏത് നടന്നത്? 2023 പുരുഷ ഹോക്കി ലോകകപ്പ് നടന്നത്. ഇതിന്റെ ഭാഗ്യ ചിഹ്നം ഒല്ലി എന്ന സീ ടർട്ടിലാണ്. കടലാമ സീ ടർട്ടിലാണ്. ഏത്? ഒല്ലിയാണ് ഇതിന്റെ ഭാഗ്യ ചിഹ്നം. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സേ ഇന്ന് പറയുന്നുള്ളൂ. കുറച്ച് ടോപ്പിക്സേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് 1-2 ചോദ്യങ്ങൾ കിട്ടിയിരിക്കും. അപ്പൊ റിവൈസ് ചെയ്ത് ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണാം. താങ്ക്